അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തൈര് വടയുടെ റെസിപ്പിയാണ്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ളൊരു തൈര് വടയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തൈര് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 6 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നാണിത്. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉഴുന്ന് അരക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു പകുതി വലിയുള്ളി കട്ട് ചെയ്തതും, ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞതും, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഉഴുന്നിൻ്റെ കൂടെ ഇട്ടിട്ടാണ് അരക്കുന്നത്. ഉള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, 3 ടേബിൾ സ്പൂൺ തന്നെ മതി. ഇനി നന്നായിട്ടിത് അരച്ചെടുക്കാം. അങ്ങനെ ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഉഴുന്ന് അരച്ചത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സാക്കി എടുക്കണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ഓൾറെഡി പച്ചമുളകും ഇഞ്ചിയും വലിയുള്ളിയൊക്കെ ഇട്ടിട്ടാണല്ലോ അരച്ചെടുത്തത്. അതുകൊണ്ട് ഇനി നമുക്ക് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നന്നായിട്ട് ആ ഉപ്പൊക്കെ നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഉഴുന്ന് അരച്ചത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബൂന്തി റെഡിയാക്കി എടുക്കണം. ബൂന്തിയുടെ മാവൊന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബൂന്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൂന്തി റെഡിയാക്കാനാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കാം. ബൂന്തിയുടെ മാവ് ഇതാ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം കലക്കിയെടുക്കാൻ, ഒരുപാട് ലൂസാവരുത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം വട ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഈ ബൂന്തിയുടെയും മാവ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വട ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ കയ്യിൽ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് എണ്ണയിലേക്ക് നമ്മുടെ വടയുടെ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വട ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഫ്രൈ ആയി വരട്ടെ. അതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്നായി വരുമ്പോൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ വട ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. നമ്മൾ വട ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടാനായിട്ട് ഗ്യാസ്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് വട കരിഞ്ഞു പോവുള്ളൂ, വേവില്ല. അപ്പോൾ ഞാനിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ വടയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ബൂന്തി കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കലക്കി വെച്ച ബൂന്തിയുടെ മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബൂന്തി റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ബൂന്തി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും എണ്ണയിലിടേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 1-2 മിനിറ്റ് മതി. അപ്പോൾ ഇതെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് തൈര് വട ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 1.5 കപ്പ് തൈര് എടുത്തിട്ട് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട, ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. തൈരും പഞ്ചസാരയും ഉപ്പൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തൈരിൻ്റെ മിക്സ് ഞാൻ ഈ വടയുടെ മുകളിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പകുതി വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. ഇനി ഈ കൂട്ട് നമുക്ക് തൈര് വടയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ബൂന്തി കൂടെ ഇട്ട് കൊടുക്കാം. ഈ ബൂന്തി കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ വടക്ക് നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ബൂന്തി. വട നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. അതുപോലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള തൈര് വട റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പുളിയും അതുപോലെ കുറച്ച് മധുരവും ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് വടയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തൈര് വട ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.